ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ദുബായ് കാഴ്ചകളുടെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ദുബായ് ഫ്രെയിമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് അൽസീഫ് ദുബായിലേക്കാണ്. അപ്പോൾ എൻ്റെ വലതുഭാഗത്ത് കാണുന്ന ദുബായ് എയർപോർട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള ഈ എയർപോർട്ടൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് അത്രമാത്രം മഴക്കെടുതി കാരണം നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച ഒരു സ്ഥലമായിരുന്നു ഗൾഫിലെ ദുബായ് എന്ന് പറയുന്നത്. ഷാർജയിലും അതുപോലെ തന്നെ അബുദാബിയിലും ദുബായിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ മഴക്കെടുതി കാരണം സംഭവിച്ചു. എന്തായാലും ബഹറിൽ അത്രമാത്രം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത സമയത്താണ് ഈ എയർപോർട്ടൊക്കെ ഒരു ഓപ്പറേഷണൽ കണ്ടീഷനിൽ എത്തിയത്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്രെയിമൊക്കെ കണ്ടു. ഫ്രെയിമിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ ലിങ്കൊക്കെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വളരെ മനോഹരമായിരുന്നു ദുബായിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. എന്തായാലും ഫ്രെയിമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണണം. ഇപ്പം നമ്മൾ പോകുന്ന അൽസീഫ് ദുബായിലേക്കാണ്. അൽസീഫ് ദുബായ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. കണ്ടംപററി സ്റ്റൈലിൽ ഉണ്ടാക്കിയ കുറേ ഷോപ്പുകൾ അല്ലെങ്കിൽ വ്യാപാര സമുച്ചയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പുരാതന ശൈലിയിലും പുതിയ ശൈലിയിലും നൂതന ശൈലിയിലും കൂടെ ഉണ്ടാക്കിയ നിർമ്മാണ ശൈലിയിൽ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇത് ഭയങ്കര പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണെന്ന്. പക്ഷേ ഇത് 2017 ഡിസംബറിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ വലിയ പഴക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ അൽസീഫ് ദുബായ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അൽസീഫ് ദുബായ് എന്ന് പറയുന്നത് ഒരുപാട് വ്യാപാര ശൃംഖലകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എമിറേറ്റ്സിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരുപാട് വ്യാപാര ശൃംഖലകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സാൻഡലുകളും അതുപോലെ തന്നെ എമിറേറ്റ്സി ഡ്രസ്സുകൾ, അവരുടെ എമിറാത്തികളുടെ ഡ്രസ്സുകളും ചെരുപ്പുകളും അല്ലെങ്കിൽ അവരുടെ പുരാതനമായ അല്ലെങ്കിൽ സംസ്കാരം വിളിച്ചോതുന്ന പാത്രങ്ങളും പിന്നെ എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തുവാലും ഇത് നടന്ന് എത്താൻ പറ്റത്തില്ല. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ആ വാട്ടർ ഫ്രണ്ടേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിൽ ഉണ്ട്. ഏകദേശം 1.8 കിലോമീറ്റർ വാട്ടർ ഫ്രണ്ടേജാണ് ഇതിനുള്ളത്. ഇതിന് ബാങ്ക് ഓഫ് ദുബായ് ക്രീക്ക് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് വീക്ഷിക്കാൻ സാധിക്കുന്നത്. നടന്ന് കാണാനാണെങ്കിൽ ഏകദേശം 2-2.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. എന്തായാലും ഈ ഷോപ്പുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷട്ടറോ കാര്യങ്ങളൊന്നുമില്ല. പുരാതനമായ ആ ശൈലിയിൽ ഉണ്ടാക്കുന്ന കതകുകളും അതുപോലെ തന്നെ മേൽക്കൂരകളും ലൈറ്റുകളും ബാത്റൂമുകളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ പഴയ ക്ലോസറ്റ് ശൈലിയിലും അതിൻ്റെ ടാപ്പുകളൊക്കെ പഴയ ഒരു ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പഴയ ശൈലിയിൽ നിർമ്മിച്ചെങ്കിലും പുരാതനമായ സാധനങ്ങളോ കാര്യങ്ങളോ എല്ലാം മോഡേൺ ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ, ആ മെറ്റീരിയൽസാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നടന്ന് ഇത് മൊത്തം കാണുവാനുള്ള ഒരു സാഹചര്യമല്ല. അത്രമാത്രം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ എമിറേറ്റ്സിൻ്റെ ട്രഡീഷണൽ ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇതിനകത്ത് തന്നെ ഒരു മ്യൂസിയം ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് അടച്ചിട്ടിരുന്നതാണ്. അതിൻ്റെ മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ കാരണം അടച്ചിട്ടിരുന്നതാണ്. ഒരുപാട് ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട പല പല രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ ദുബായിയുടെ സൈറ്റ് സീയിങ് ബസ്സിലൊക്കെ അവർ വന്നിറങ്ങുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് കാണുവാനും അല്ലെങ്കിൽ ഈ വാട്ടർ ഫ്രണ്ടേജ് ആ ക്രീക്ക് ഏരിയയിലൊക്കെ പോയി ഇരിക്കുവാനൊക്കെ നമുക്ക് നല്ലതാണ്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വൈകുന്നേരങ്ങളുടെ സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായ് സന്ദർശിക്കുമെങ്കിൽ അൽസീഫ് തീർച്ചയായിട്ടും നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.